നമുക്കിന്ന് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് അത് നമുക്ക് പഠിക്കാം. അതായത് ഡീവിയേഷൻസ് ആർ ടേക്കൺ ഫ്രം അസ്യൂംഡ് മീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ആക്ച്വൽ മീനെ ബേസ് ചെയ്തുകൊണ്ട് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത് പഠിച്ചിരുന്നു. ഇനി നമുക്ക് അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ട് കോറിലേഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ട് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അസ്യൂംഡ് മീൻ ഉപയോഗിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വെൻ ആക്ച്വൽ മീൻ ഈസ് നോട്ട് ആൻ ഇൻറ്റഗർ ഓർ എ ഹോൾ നമ്പർ. നമ്മൾ ആക്ച്വൽ മീൻ ആദ്യം കണ്ടുപിടിച്ച് നോക്കണം, എക്സിൻ്റെയും വൈയുടെയും. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗർ അല്ല എങ്കിൽ, അതായത് പൂർണ്ണസംഖ്യ അല്ല എങ്കിൽ, അല്ലേ, ഹോൾ നമ്പർ അല്ല എങ്കിൽ, ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ ദെൻ വി യൂസ് ഷോർട്ട് കട്ട് മെത്തേഡ്. നമ്മൾ ആ സമയത്ത് ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ. ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കുക, നമ്മൾ ആദ്യം നമ്മൾ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ചു. കിട്ടിയിരിക്കുന്ന ഉത്തരം നോക്കിയേ 15.625, 42.125 എന്നൊക്കെയാണല്ലേ. അതായത് ഫ്രാക്ഷണൽ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുക അല്ലേ. അതുകൊണ്ടാണ് സിൻസ് ആക്ച്വൽ മീൻസ് ആർ നോട്ട് ഇൻറ്റഗേഴ്സ്, ഇൻറ്റഗർ അല്ലാത്തതുകൊണ്ട്, ഹോൾ നമ്പർ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂംഡ് മീൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. അസ്യൂംഡ് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസ്യൂംഡ് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിലും വൈയിലും നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തെ നമ്മൾ മീനായിട്ട് അസ്യൂം ചെയ്യുന്നല്ലേ. ഇവിടെ നമ്മൾ 16നെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുത്തിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ 16 പിന്നെ 42ഒക്കെയാണ് അസ്യൂംഡ് മീനായിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അസ്യൂംഡ് മീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷനോടെ നോക്കാം. ഇതിനകത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡയറക്റ്റ് ഫോർമുലയുണ്ട്. ആദ്യത്തെ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല, ആദ്യം ചെയ്യുന്ന കോറിലേഷൻ്റെ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ആ ഒരു ഫോർമുല, അതിലേക്ക് ഡി കൂടെ ആഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ. ആദ്യത്തെ ഫോർമുലയിൽ നമ്മൾ n ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു എക്സ് വൈ എന്നായിരുന്നു അല്ലേ. n ഇൻറ്റു സിഗ്മ എക്സ് വൈ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡി എക്സിൻ്റെ കൂടെയും, അതായത് എക്സിൻ്റെയും വൈയുടെയും കൂടെ എപ്പോഴും ഡിയുടെ കയറി വരുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ സിഗ്മ എക്സ് എന്നായിരുന്നു നേരത്തെയുള്ള ഫോർമുലയിൽ, സിഗ്മ ഡി എക്സ് ആയി. ഇവിടെ സിഗ്മ വൈ എന്നായിരുന്നു, അത് സിഗ്മ ഡി വൈ ആയി അല്ലേ. അതിന് ആ ഡി എക്സും വൈയും വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഡിയുടെ കയറി വരുന്ന ഒരു വ്യത്യാസം മാത്രമേ ഫോർമുലയുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം അങ്ങനെ തന്നെ മനസ്സിലാക്കി ഓർമ്മയിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ രണ്ട് എക്സിൻ്റെയും വൈയുടെയും കോറിലേഷനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ച് നോക്കുക. അത് ഫ്രാക്ഷണൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് കട്ട് മെത്തേഡ് ആയിട്ടുള്ള ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള കോളങ്ങളൊക്കെയാണ് വേണ്ടത്. എക്സ് എഴുതി ഡി എക്സ് എന്നാണ് എഴുതുക. അടുത്തത് ഡി എക്സ് അല്ലേ. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഡി എക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഡി എക്സും ഡി വൈ ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എക്സ് മൈനസ് എ ആയിരുന്നു അല്ലേ. എക്സ് മൈനസ് എക്സ് ബാർ ആയിരുന്നു, ആക്ച്വൽ മീൻ ആയിരുന്നു. ഇവിടെ നമുക്ക് എക്സ് മൈനസ് എ ആണല്ലേ, അതായത് അസ്യൂംഡ് മീൻ അല്ലേ. അസ്യൂംഡ് മീനാണ് 16 ഇവിടെ എത്തിയിരിക്കുന്ന എക്സിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 10 മൈനസ് 16 മൈനസ് 6, 12 മൈനസ് 16 മൈനസ് 4, 18 മൈനസ് 16 പ്ലസ് 2 അല്ലേ. 16 മൈനസ് 16 0, 15 മൈനസ് 16 മൈനസ് 1. അങ്ങനെയാണ് നമ്മൾ ഡി എക്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ ഡി എക്സ് കണ്ടുപിടിക്കും. അതിനുശേഷം ഡി എക്സ് സ്ക്വയർ കേട്ടോ, ഇവിടെ ടെക്സ്റ്റിൽ എക്സ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഡി എക്സ് സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങളിവിടെ എക്സ് കൂട്ടിച്ചേർക്കുക. -6 ഇൻറ്റു -6 36, -4 ഇൻറ്റു -4 16. അതുപോലെ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ദെൻ വൈ എടുത്ത് എഴുതിയിട്ടുണ്ട്. വൈ മൈനസ് അസ്യൂംഡ് മീൻ അല്ലേ. ഇവിടെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് 42 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 44 എടുത്താലും കുഴപ്പമില്ല, 48 എടുത്താലും ഒന്നും കുഴപ്പമില്ല. ഏകദേശം സെൻറ്ററിലുള്ളത് എടുക്കുന്നത് അല്പം കാൽക്കുലേഷൻ ഈസി ആക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനുശേഷം ഇങ്ങനെ ഡി വൈ കണ്ടുപിടിക്കുന്നത്, അതായത് 30 മൈനസ് 42 മൈനസ് 12, 35 മൈനസ് 42 മൈനസ് 7. അങ്ങനെ ഡി വൈ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഡി വൈ സ്ക്വയർ അല്ലേ, ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ദെൻ ഡി എക്സ് ഡി വൈ അല്ലേ. നമ്മളുടെ ഡി വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഡി എക്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എക്സ് ഡി വൈ ഇവിടെ എഴുതുന്നു അല്ലേ. അപ്പോൾ സാധാരണ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ടോട്ടൽ ചെയ്ത് എഴുതുന്നു. ഇതിനെല്ലാത്തിൻ്റെയും സമ്മ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലേ. n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ, സിഗ്മ ഡി എക്സ് ഡി വൈ എത്രയായിരുന്നു, 138 അല്ലേ. n എന്ന് പറയുന്നത് 8 സംഖ്യകളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ 8 ഇൻറ്റു 138. ദെൻ സിഗ്മ ഡി എക്സ് സിഗ്മ ഡി വൈ അല്ലേ. സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും, സിഗ്മ ഡി എക്സ് ഇതാണ്, സിഗ്മ ഡി വൈ ഇതാണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ -3 ഇൻറ്റു 1. അതുപോലെ തന്നെ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ അല്ലേ 71 മൈനസ് സിഗ്മ ഡി എക്സ് സ്ക്വയർ -3 അല്ലേ. -3 ആണ് സിഗ്മ ഡി എക്സ് സ്ക്വയർ വന്നിരിക്കുന്നത്, സിഗ്മ ഡി എക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ -3
അപ്പോൾ -3² അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ്റെ ഭാഗമായിട്ടുള്ള മൈനസ് ഉണ്ട്, അതുകൂടാതെ ഇവിടെ -3 വരുന്നു, അഡീഷണൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക -3². അപ്പോൾ ഇൻറ്റു 8 × 281 -1² എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലേക്ക് മാറും അല്ലേ. ഇങ്ങനെ വരുമ്പോൾ 1104 -3 √568 -9 ഇൻറ്റു 2264 -1 അല്ലേ റൂട്ടിൽ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.984 നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ 0.984 എന്ന് പറയുമ്പോൾ ഇതൊരു പോസിറ്റീവ് കോറിലേഷനാണ് അല്ലേ. അപ്പോൾ തന്നെ ഹൈലി പോസിറ്റീവ് കോറിലേഷനാണ്. ഒരു 9 അടുത്ത് വരുമ്പോൾ 8.58 ആ രീതിയിലൊക്കെ വരുമ്പോൾ നമുക്കതിനെ ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ ദെയർ ഈസ് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾ എക്സ് ആൻഡ് വൈ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് ഒന്നുകൂടെ ഓർത്തിരിക്കുക. നമുക്ക് എക്സ് ബാറും വൈ ബാറും ആക്ച്വൽ മീൻ കണ്ടുപിടിക്കുമ്പോൾ അത് ഒരു ഹോൾ നമ്പർ അല്ല എങ്കിൽ, ഇൻറ്റഗർ അല്ല എങ്കിൽ, അതായത് ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ അല്ലേ, ഇതുപോലുള്ള ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിലാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച ഡയറക്റ്റ് മെത്തേഡിൻ്റെ ആദ്യത്തെ പാർട്ട് 1 ടൈപ്പ് 1 അതിൽ അതേ ഫോർമുല തന്നെയാണ്. അതിൽ ഡി കൂടെ കയറി വരുന്നത് മാത്രമേ അല്ലേ. എക്സും വൈ എവിടെയൊക്കെ വരുന്നു അതിൻ്റെ തൊട്ടുപുറകിൽ ഡിയും കൂടെ കയറി വരുന്നത് മാത്രമേ. അങ്ങനെ ഫോർമുല ഓർത്തെടുത്ത് പഠിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ അത് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചതിന് ശേഷം അതൊരു ഫ്രാക്ഷണൽ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഫ്രാക്ഷണൽ നമ്പർ ആകുമ്പോൾ നമുക്ക് ഇതിൽ എക്സിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ 32 അസ്യൂംഡ് മീനായിട്ട് എടുത്തിരിക്കുന്നത്. വൈയുടെ കേസിൽ 25 എടുത്തിരിക്കുന്നത് അല്ലേ. 25 അസ്യൂംഡ് മീനായിട്ട് എടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ തൊട്ട് മുകളിൽ ചെയ്തപോലെ തന്നെ എക്സ് ഇനി ഡി എക്സ് അല്ലേ. 24 മൈനസ് അസ്യൂംഡ് മീൻ എത്രയായിരുന്നു? എക്സിൻ്റെ കേസിൽ 32 അല്ലേ. അപ്പോൾ 24 - 32 എന്ന് പറയുന്നത് -8, 27 - 32 -5. അതുപോലെ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇനി ഡി എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും അല്ലേ. ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഇനി വൈ എടുത്തെഴുതും. നമ്മൾ വൈയിൽ നിന്ന് വൈ മൈനസ് അസ്യൂംഡ് മീൻ അല്ലേ. നമുക്കിവിടെ 25 ആയിരുന്നു. അപ്പോൾ 18 - 25 -7, 20 - 25 -5. അതേ രീതിയിൽ നമ്മളെന്ത് ഡി വൈ കണ്ടുപിടിക്കുന്നു. ഇനി ഡി വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അതിനുശേഷം അവസാനം ഡി എക്സ് ഡി വൈ അല്ലേ. ഡി എക്സ് ഡി വൈ കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡി എക്സും ഡി വൈനും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്നു. ഇനി നമ്മളിവിടെ ടോട്ടൽ ചെയ്യുന്നു. എല്ലാം ടോട്ടൽ ചെയ്ത് നോക്കുന്നു അല്ലേ. എല്ലാം ടോട്ടൽ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇത്രയും ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിലേക്ക് ആ ടോട്ടലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരുന്നത്? 0.504 ആണ് വരുന്നത് അല്ലേ. ഉത്തരം വരുന്നത് 0.504 ആണ്. അപ്പോൾ 0.5 ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്? അവിടെ നമുക്ക് കോറിലേഷൻ എന്ന് പറയുന്നത് മോഡറേറ്റ് കോറിലേഷൻ ആണ്. അതായത് പോസിറ്റീവ് കോറിലേഷനാണ്. അതായത് മൈനസ് അല്ല വന്നിരിക്കുന്നത്. മൈനസ് ആണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനാണ്. ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് അത് പോസിറ്റീവ് കോറിലേഷൻ നമുക്കറിയാം. ഇനി ഏത് ടൈപ്പാണ്? ഹൈലി പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ അത് മോഡറേറ്റ്ലി ആണോ, അല്ലെങ്കിൽ ലോ ലെവലാണോ, തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലേ. ഇവിടെ 0.5 അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഒരു സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇത് മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് അല്ലേ. ഇത് തമ്മിൽ ഒരു മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതേ രീതിയിലാണ് ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബബിൾ എറർ, കാൽപിയേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, പ്രോബബിൾ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു.